ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് റൂട്ടീൻ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ മുറ്റത്തെല്ലാം. അങ്ങനെ രാവിലത്തെ മഴയൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും ചായയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഇന്ന് ഞാൻ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെറിയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു മെഴുക്ക് വരട്ടി പോലെ. ആ ഒരു സമയത്ത് ഇവിടെ ഒരാളിരുന്ന് ആവി കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവിയൊക്കെ ചായ പോലും കുടിക്കാതിരുന്ന ആവി കൊള്ളും കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ആവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മോളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളിൽ പോയത് വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ നമ്മുടെ എന്താ പറയുക, മുളകും തൈക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ മൂട്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വളമാവുമല്ലോ. ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ കൊണ്ടിടും, എപ്പോഴും കൊണ്ടിടാറുള്ളതാണ് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ കാക്കയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും, എങ്കിലും എന്തെങ്കിലുമൊക്കെ ആ ചെടിക്ക് കിട്ടും. അങ്ങനെ കുറച്ച് നേരത്തെയൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അങ്ങനെ അതിനും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, മഴയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ മാറി മാറിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. തോമിച്ചോ, ഇവിടുത്തെ ഒരു ബേബി മൂത്ത മോൻ. അങ്ങനെ കുറച്ച് തുണികളൊക്കെ വിരിച്ചിടാനും കുറച്ച് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് ഈ ഒരാളിങ്ങനെ നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതെപ്പോഴും സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് അവിടെ അങ്ങ് കിടന്ന് ഞാൻ പിന്നെ എടുത്തങ്ങ് മാറ്റി. എപ്പോഴും ഇങ്ങനത്തെ ഉള്ള പരിപാടിയോ, അവിടെ ആരെങ്കിലും വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നൊരു കിടപ്പും ഇരിപ്പും ഒക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്ക് അങ്ങനത്തെ വേറെ ഫുഡൊന്നും കൊടുക്കാറില്ല, എങ്കിലും ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മുടെ ദേഹത്ത് വന്ന് കയറും. അതെന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഒന്ന് കാണിക്കണം. കഴിക്കത്തൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കും. എന്നിട്ട് കഴിക്കത്തില്ല, ഇങ്ങനെ നമ്മളൊന്ന് വെച്ച് നോക്കും. അങ്ങനെ കുറേ എപ്പോൾ ഇരുന്നാലും ഇങ്ങനെ കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നാലും അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ വന്നിരുന്നാലും ഇല്ല ഇങ്ങനെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കയ്യിലും കാലിലും ഒക്കെ പിടിക്കുമ്പോഴത്തേക്കും പൊക്കോളും. കുറേ നേരം നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവനങ്ങ് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ലഡുവും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള ലഡുവാണ് കേട്ടോ. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പീസുകൾക്കും നല്ല കട്ടിയായിരുന്നു. ആരാ ഇങ്ങനത്തെ ലഡു ഉണ്ടാക്കിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല കട്ടിയുള്ള ലഡുവായിരുന്നു. ഇന്നലെ ഈ ഒരു കമ്മൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു കമ്മലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരി വെക്കാറുള്ള ഒരു പതിവാണ്. പിന്നെ മറന്നുപോയി എവിടെ കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഞാൻ മറന്നുപോയി. ഇന്നലെ കൊണ്ടുവച്ചിട്ട് ഞാൻ മറന്നുപോയി എവിടെ ഇരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഭയങ്കര മറവി രോഗം വരുന്നുണ്ട്, അതൊരു പ്രശ്നം. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടി വെക്കണം കേട്ടോ. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ഹെയറാണ്. പെട്ടെന്ന് ഉടക്ക് വരുന്നതും അത് എടുക്കാനും ഭയങ്കര പാടാണ്. പിന്നെ എന്താ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്, ഭയങ്കര ഡ്രൈയാണ്. അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ള ഒരു ഹെയറാണ് എൻ്റെ ഹെയർ. അപ്പം ഞാനിത് ചെയ്യട്ടെ. അപ്പം ചെയ്യട്ടെ. ഒരു കിളിയെ നോക്കിക്കൊണ്ട് ഒരാൾ ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ദേ ഒരാൾ കിളിയെ നോക്കിക്കൊണ്ടിരിക്കുക, കിളി തോണ്ടിരിക്കുന്നു. അപ്പം ഇതിനെയും കണ്ട് 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 ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ആൾ. ഇത് കുറേ നേരമായി ഇവിടെ വന്നിട്ട്. അപ്പം അതിനെ നോക്കി ദേണ്ട ഇങ്ങനെ ഇരിക്കുക. ഹണി ഹണി ഇനി നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ വൈകിട്ടത്തെ ഹെയർ കെയറിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈറ്റിൽ ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പം രാവിലെയും വൈകിട്ടും ഞാൻ തേച്ച് കൊടുക്കാറില്ല കേട്ടോ. അത് തേച്ച് തുടങ്ങി ഇപ്പം 1 മാസം ആകുന്നുണ്ട്. ആ 1 മാസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് മുടി ഊരുന്നതിൻ്റെ തോത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നല്ലപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു മുടി ഊരലിൽ നല്ല കുറവുണ്ട്. ഞാനത് അപ്ലൈ ചെയ്തിട്ട് 1 മാസം ആകുന്നുണ്ട്. അപ്പം ഞാനെന്നും രാത്രി ഒരു വട്ടം ഞാൻ തേക്കാറുള്ളൂ. അങ്ങനെ ചെറിയൊരു മസാജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഒന്ന് കെട്ടി വെക്കാറ്. ഞാനെപ്പോഴും ബൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വേവി ഒന്നും നമ്മുടെ ഹെയറിനകത്ത് വരത്തില്ല. നമ്മൾ പിന്നെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഹെയർ ഒരു വേവി പോലെ കിടക്കും. ഒന്നാമത് എൻ്റെ ഹെയറിന് കുറച്ചൊക്കെ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആവാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്ത് കൊടുക്കാറ്. എന്നിട്ട് നമുക്കൊരു ബണ്ണോ എല്ലാം എടുത്തിട്ട് വെറുതെ ഒന്ന് അതിൻ്റെ മുകളിലോട്ടിടാം. അതാകുമ്പോൾ കുറച്ചും കൂടെ
ഇങ്ങനെ ഇരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇളകിപ്പോകും, വീണ്ടും കെട്ടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് ടൈറ്റായിട്ടൊന്നും കെട്ടണ്ട കേട്ടോ. നമുക്ക് അന്നേരം ഇവിടുത്തെ എല്ലാം മുടി ഊരി പോകുന്നത് പോലെ തോന്നലല്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഊരിപ്പോവും. അതുകൊണ്ട് നമ്മൾ അധികം ടൈറ്റ് ഇല്ലാതെ വേണം നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട്. കൂടുതലും നമ്മുടെ ഹെയർ സ്റ്റൈലിനകത്ത് നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി നമുക്കിങ്ങനെ നെറ്റ് കയറുന്നതും ഒക്കെ നമ്മുടെ ഹെയർ സ്റ്റൈലിനകത്താണ്. അങ്ങനെ അധികം എന്താ പറയുക, അങ്ങനെ അധികം നമ്മൾ ഹെയർ ഇങ്ങനെ വലിച്ച് കെട്ടാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ പോലെയൊക്കെയാണ് കേട്ടോ. എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത കാര്യമായിരിക്കും ഞാൻ കുറേ നേരത്തെ ചെയ്യുന്നത്. പിന്നെ ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ആയിരിക്കുമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ ഒരു കറക്റ്റ് റൂട്ടീൻ പോലൊന്നും ഇല്ല, ഇന്നത് ഇത്ര കൃത്യസമയം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ പല കാര്യങ്ങളും ചെയ്യുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മുന്നേ ആയിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. പക്ഷേ ആ കിളി ഇതുവരെ പോയിട്ടില്ല, അത് ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരം കൊണ്ട് അത് കിടന്ന് കരയുക, അതിനെ നോക്കി ഒരാളിവിടെ ഇരിപ്പുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വലിയ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ മാറി മറിഞ്ഞെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതേപോലെയൊക്കെ ഇരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ കാണാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്.